നമസ്കാരം. പ്രവാസി മലയാളിയിലേക്കെല്ലാം മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കൊറോണ മഹാമാരി വന്നതിന് ശേഷം പ്രവാസികൾക്ക് വലിയൊരു അടി തന്നെയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കാര്യങ്ങളൊക്കെ നേരെയാകുന്ന സമയത്ത് യാത്രക്കാരെ പറ്റിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുന്നു എന്നുള്ള വാർത്ത ലഭിക്കുകയാണ്. വലിയൊരു ഭീമമായ തുക മുടക്കിയാണ് നിലവിൽ പ്രവാസികൾ സൗദിയിലേക്ക് യാത്ര പോകുന്നത്. ശേഷം സൗദിയിലെ നിബന്ധനകൾ അനുസരിച്ച് അവിടെ ക്വാറന്റൈൻ തങ്ങിയ ശേഷമായിരിക്കണം വീണ്ടും ജോലിയിലേക്ക് പ്രവേശിക്കാൻ. ഇത്തരത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് ക്വാറന്റൈൻ സൗകര്യം നൽകാതെ അവരെ കബളിപ്പിക്കുന്നതായിട്ടുള്ള പരാതിയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജിദ്ദയിലെത്തിയ നിരവധി മലയാളികളാണ് ഇത്തരം വാർത്ത പുറംലോകത്തെ അറിയിച്ചിരിക്കുന്നത്. മലയാളികൾക്ക് ഹോട്ടൽ ലഭിക്കാതെ ഏറെ പ്രയാസപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏജന്റുമാർ കൃത്യമായ രേഖകൾ നൽകാത്തതും യാത്രക്കാരെ കബളിപ്പിക്കുന്നതായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതോടെ ഒരുപാട് പ്രവാസി മലയാളികൾ തന്നെയാണ് ദുരിതത്തിലായത്. സൗദിക്ക് പുറത്തുനിന്നും വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും സൗദിയിൽ എത്തിക്കഴിഞ്ഞാൽ 5 ദിവസമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിഷ്കർഷിച്ചിട്ടുള്ളത്. ഇതിനായി 85,000 മുതൽ 1 ലക്ഷത്തിലധികം രൂപ വരെ നൽകിയാണ് ക്വാറന്റൈൻ പാക്കേജ് ബുക്ക് ചെയ്യുന്നത്. നിലവിൽ പോകുന്ന എല്ലാവരും 1 ലക്ഷത്തിന് മുകളിൽ തുക മുടക്കി തന്നെയാണ് പോകുന്നത്. ഇങ്ങനെ എത്തിയവർക്കാണ് ഇത്തരത്തിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നത്. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേഗത്തിൽ പുറത്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹോട്ടൽ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടായിരുന്നു അവരെ ഏറെ അലട്ടിയിട്ടുണ്ടായിരുന്നത്. ഹോട്ടൽ ബുക്കിംഗ് വൗച്ചർ ഇല്ലാത്തതിനാൽ കൊണ്ടുപോകാൻ വന്ന ബസ്സുകളിൽ നിന്നും ഇവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഒടുവിൽ യാത്രക്കാർ നാട്ടിലെ ട്രാവൽ ഏജന്റുമായി സംസാരിച്ച് ഏറെ സമയത്തിന് ശേഷമാണ് ബസ്സിൽ കയറാൻ ഇവർക്ക് സാധിച്ചത്. അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ഹോട്ടലിൽ എത്തിയപ്പോഴും ബുക്കിംഗ് വൗച്ചർ കാണിക്കാനായി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുകയുണ്ടായിരുന്നു. പിന്നെയും നാട്ടിലെ ട്രാവൽ ഏജന്റുമായി സംസാരിച്ചാണ് ഹോട്ടലിനകത്ത് പ്രവേശിപ്പിച്ചത്. എന്നിരുന്നാലും ഹോട്ടലിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളൊക്കെ തന്നെ വളരെ മോശമാണെന്നാണ് യാത്രക്കാർ പറയുന്നത്. തങ്ങൾ ചിലവഴിച്ചിട്ടുള്ള തുകയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ അനുവദിച്ചു തരുന്നില്ല എന്നാണ് അവർ പരാതിപ്പെട്ടിട്ടുള്ളത്. വൗച്ചർ ലഭിച്ചവർക്കും അതുപോലെ നേരത്തെ ഉറപ്പിച്ച സേവനങ്ങളൊന്നും തന്നെ ഈ ഹോട്ടലിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന പരാതി തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ക്വാറന്റൈൻ പാക്കേജുകൾക്ക് പണം അടയ്ക്കുമ്പോൾ ബുക്കിംഗ് റഫറൻസ് നമ്പർ, QR കോഡ്, യാത്രക്കാരൻ്റെ പേര്, ഹോട്ടലിൻ്റെ പേര് എന്നിവ രേഖപ്പെടുത്തിയ ഹോട്ടൽ വൗച്ചർ പ്രിന്റ് ചെയ്ത് വാങ്ങിച്ചിരിക്കണം. യാത്രയിലുടനീളം ഇത് കൈവശം വെക്കേണ്ടതുമാണ്. ചെക്കൗട്ട് ചെയ്യുന്നതുവരെ ഈ വൗച്ചർ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നാണ് അറിയിക്കുന്നത്. ഇങ്ങനെ വരുന്നവർക്ക് മാത്രമേ കൃത്യമായ ഹോട്ടൽ സേവനങ്ങൾ ലഭിച്ചില്ലെങ്കിൽ പരാതിപ്പെടാനുള്ള അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവരുടെ പരാതി അസാധുവായി പോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാസി മലയാളികൾ വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.